നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 17/7/2026 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില വീണ്ടും ആഭ്യന്തര വില വീണ്ടും കൂടുകയാണ്. അതായത് സർവകാല റെക്കോർഡിലേക്ക് പോവുകയാണ് റബ്ബർ വില. കോട്ടയം 4ാം ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ RSS 4 282, RSS 5 278, ISN 20 243, ലാറ്റക്സ് സർവശാന്തി ആസിന് 184 രൂപ 90 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 282, RSS 5 കിലോ 278. ഇതാണ് കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 274, RSS 5 കിലോ 271. ഇന്നത്തെ വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 290 രൂപ 48 പൈസ, RSS 5 290 രൂപ 5 പൈസ. വില നോക്കുമ്പോൾ ഇന്ന് കുറവാണ്. ഇനി കേരളത്തിലെ വ്യാപാരികളെ കോട്ടയം RSS 4 കിലോ 274, RSS 5 കിലോ 270, ISN 20 241 രൂപ 50 പൈസ മുതൽ 242 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 172 രൂപയാണ് ഇപ്പോൾ ഒട്ടുപാൽ ഇപ്പോൾ കുതിച്ചു കയറിയിരിക്കുകയാണ് ഒട്ടുപാൽ. ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 260. വിശദമായി നോക്കുമ്പോൾ ഫാക്ടറി വില 270. 25% DRC ഉള്ള 200 ബാറിനുള്ള 13,000, 30% DRC ഉള്ള 200 ബാറിന് 15,600, 35% DRC ഉള്ള 200 ബാറിന് 18,200. കേരളത്തിലെ മറ്റിലെ ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 270, ലോട്ട് കിലോ 246 മുതൽ 249 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 178, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 131 രൂപ 50 പൈസ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 276 രൂപ 50 പൈസ, RSS 4 276, RSS 5 271, ലോട്ട് 241. ഒട്ടുപാൽ നോക്കുമ്പോൾ 171 വരെയാണ് കർണാടക വില. മറ്റു വില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 13,135, ഒരു പവന് 1,05,080. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 25 രൂപ, ഒരു പവൻ്റെ മുകളിൽ 200 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 42 മുതൽ 52, കൊപ്ര എടുത്തപടി 142, ജാതിക്ക തൊണ്ടോട് കൂടി 360, കുരുമുളക് 100 രൂപയാണ് വർദ്ധിച്ചത് കിൻഡലിൻ്റെ പുറത്ത്. അൺകാർബിൾ കുരുമുളക് 699, കുരുമുളക് പുതിയ 689, കാർബിൾ കിലോ 719, വയനാടൻ കുരുമുളക് 695, ചേട്ടൻ 685, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പു 925, കാപ്പിക്കുരു കിൻഡൽ 38,500, വയനാടൻ കുരുമുളക് 695, ചേട്ടൻ 685. എന്തായാലും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ആശ്വാസമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് 2026 ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെ നടത്തും. എല്ലാ ഗുണഭോക്താക്കളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടത്തില്ല. മസ്റ്ററിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ, ഡീറ്റെയിൽ കറക്റ്റാണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. മസ്റ്ററിങ് ഓൺലൈൻ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ പോയി മസ്റ്ററിങ് നടത്താൻ പോകുമ്പോൾ അവർ പറയുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കേണ്ടി വരും. ആധാറും മറ്റും കൊടുക്കേണ്ടി വരും. കൂടാതെ OTP വരാനുള്ള വാലിഡിറ്റി ഉള്ള ഒരു സിമ്മുമായിട്ട് പോവുകയും വേണം. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.